ഹലോ ഗൈസ്, ആദ്യമായിട്ട് ഞാൻ ദുബായിൽ പോണതിന്റെയും അതുപോലെ തന്നെ എയർപോർട്ടിലെ വിശേഷങ്ങളും ഞാൻ അന്നത്തെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോസിലൂടെ ഞാൻ പറയുന്നത്. എയർപോർട്ടിൽ ആദ്യമായിട്ട് ഇനി പോകുന്നവർക്കായാലും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഉറക്കം എണീച്ച ഉടനെ കുറച്ചൊന്ന് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ ഷോപ്പിങ്ങിന് പോയി കുറച്ച് ബ്രേഗും മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കുക ഉണ്ടായിരുന്നു. വേറൊരു കടയിൽ ചിയ സീഡും വാങ്ങിച്ച ശേഷം നമ്മൾ ഷർട്ടും പാന്റും ഒന്ന് എടുക്കണമായിരുന്നു. അങ്ങനെ അതെല്ലാം എടുത്ത ശേഷം നേരെ അവിടെ പോയി പേയ്മെന്റ് എല്ലാം ചെയ്തിട്ട് കുറച്ച് ആഹാരവും കഴിച്ചിട്ട് നേരെ നമ്മളൊന്ന് മുടി വെട്ടാക്കി. നല്ലൊരു ഷെഫായിട്ടാണ് ഞാൻ ദുബായിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ മുടിയൊന്നും വെച്ച് പോകാൻ പറ്റത്തില്ല. നേരെ ഒന്ന് ഫ്രഷ് ഒക്കെ ആയിരുന്നു കോവിൽ പോയ ശേഷം വൈകിട്ട് ഒരു ഷവർമ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു. തലേദിവസം തന്നെ ഉടുപ്പും പാന്റും എല്ലാം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടി മാത്രം ഒന്ന് പാക്ക് ചെയ്താൽ മതി. നേരെ നമ്മൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തു. കൂട്ടുകാരന് പോണതിന് കുറച്ച് നേരം മുമ്പ് നമ്മളെ വീട്ടിൽ വന്നായിരുന്നു. ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സ്, അങ്ങനെ ഡ്രസ്സ് എല്ലാം ആയിട്ട് നമ്മൾ നേരെ ഇറങ്ങി താഴെ വന്ന് അമ്മയുടെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ സംസാരിച്ചിരുന്നു. പോകാനുള്ള ടൈം ആയപ്പോൾ നേരെ ഇറങ്ങി. അമ്മൂമ്മ മാത്രം എയർപോർട്ടിൽ കൊണ്ടാക്കാൻ വരുന്നുള്ളൂ. അവൻ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു എന്റെ കൂട്ടുകാരന്. അപ്പൊ നേരെ നമ്മൾ എത്തിയിട്ട് അമ്മൂമ്മ എന്നെ കൊണ്ടാക്കാൻ ഇവിടെ വന്നു. അവരെ മുഖത്തൊക്കെ നല്ല സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ നേരെ എയർപോർട്ടിൽ നമ്മൾ ഈ ലൈനിൽ കയറി നിന്നു. ഈ വണ്ടി എയർപോർട്ടിൽ പോകുന്നതുകൊണ്ട് എനിക്ക് ഒരൊറ്റ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അകത്ത് കയറിയ സമയം അമ്മ നോയിക്കൊണ്ടിരുന്നു. പിന്നെ നേരെ നമ്മൾ അകത്തേറി ഇവിടുത്തെ എയർപോർട്ടിലെ ഒരു മേഡത്തിനോട് കാര്യം ചോദിച്ചു. ആദ്യമായിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു. കറക്റ്റ് ആദ്യത്തെ ഒരു ലൈനിൽ കയറിയ നമ്മൾ ഇവിടെ എയർപോർട്ടിൽ പറഞ്ഞാൽ ആരും പേടിക്കണം. കാരണം നമ്മളെ ഹെൽപ്പിന് ഇവിടെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ചോദിച്ചാൽ അതുപോലെ തന്നെ ചെയ്തു. ആദ്യം നമ്മൾ കയറിയുന്ന ലൈനിലെല്ലാം കയറി നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത ശേഷം നമ്മളെ ലഗേജ് കൊടുത്തു. ലഗേജൊക്കെ ചെക്ക് ചെയ്തെല്ലാം പക്കയായിരുന്നു. അങ്ങനെ തിരിച്ചിറങ്ങിയിട്ട് അമ്മയ്ക്ക് ടാറ്റയും കൊടുത്തിട്ട് നേരെ നമ്മൾ പോയി. ഫസ്റ്റത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നേരെ എസ്കലേറ്റർ കയറി നമ്മൾ മേളിലെത്തി. ഇവിടെ എത്തിയപ്പോൾ നമ്മളെ ബാഗ് മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. നമ്മളെ ബോഡിയും മറ്റു കാര്യങ്ങളും ഫുൾ അവർ ചെക്ക് ചെയ്യും. ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നത്. ആദ്യമായിട്ടൊക്കെ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഭയങ്കര വലിയ കാര്യമായിട്ടൊക്കെയാണ് എനിക്ക് ഇതൊക്കെ തോന്നുന്നത്. ബാഗും ഫോണും ചാർജറും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മളെ മൊത്തത്തിൽ ചെക്ക് ചെയ്യും. അങ്ങനെ അതെല്ലാം സെറ്റ് ആയിട്ട് നേരെ നമ്മൾ ഇവിടുന്ന് വൈഫൈ എടുത്തിട്ട് നേരെ കുറച്ചേരം ഇരുന്നപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് നമുക്ക് എത്തിയെന്ന് പറഞ്ഞു. നേരെ നമ്മൾ ഉള്ളിലോട്ട് പോയപ്പോൾ നമ്മളെ കണ്ണാടിയുടെ ഇടയിൽ കൂടെ നമ്മുടെ ഫ്ലൈറ്റ് വന്ന് നമ്മൾ കണ്ടു. സ്റ്റെപ്പ് എത്തിയ പിന്നെ വേറെ ആരും പറഞ്ഞുതരാൻ കാണത്തില്ല. ഈ ഫ്രണ്ടേ പോണവർ പിറകെ നമ്മൾ പോവുക, ഫോളോ അപ്പ് ചെയ്യുക. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ വെൽക്കം ചെയ്തിട്ട് നേരെ നമ്മൾ സീറ്റ് ഒന്ന് തപ്പി. സീറ്റ് തപ്പാൻ നേരത്തെ കുറച്ചൊന്ന് കൺഫ്യൂസ് ആയി. പിന്നെ നോക്കി തപ്പി അവസാനം നമ്മൾ സീറ്റിലെത്തി. നടുക്കാണ്ടിരുന്ന വിൻഡോ സീറ്റ് കിട്ടില്ല. അതിൽ ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടുത്തെ മെനൂസ് കിട്ടി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇഷ്ടമുള്ള മെനു സെലക്ട് ചെയ്ത് നമുക്ക് കിട്ടി. ആഹാരം കഴിച്ചിട്ട് നമ്മൾ ഏകദേശം നമ്മൾ രാവിലേക്ക് ആവാറായപ്പോൾ നമ്മൾ ആകാശം വെറുതെ ഒന്ന് സൂം ചെയ്ത് കണ്ടു. 4.5 മണിക്കൂറത്തെ ശേഷം നമ്മൾ നേരെ ദുബായിലേക്ക് എത്തി. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയോണ്ട് തന്നെ മൊത്തം ചുറ്റും നോക്കിയായിരുന്നു. ഇഷ്ടംപോലെ ഫ്ലൈറ്റ്സുകൾ കിടക്കുന്നുണ്ട്. അതുപോലെ നല്ല തണുപ്പ് അടിക്കുന്നുണ്ടായിരുന്നു രാവിലെ ആയോ. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് ബസ് ഉണ്ടായിരുന്നു. ആ ബസ് കയറി നേരെ നമ്മൾ ദുബായ് എയർപോർട്ടിന് ഉള്ളിലെത്തി. ഉടനകത്ത് എത്തിയോണ്ട് നമ്മളെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ബാഗ് എടുക്കാൻ പോയി. ബോർഡിൽ നോക്കുമ്പോൾ നമുക്ക് ബാഗ് എവിടെയാണ് നമ്മൾ കിടക്കുന്നതെന്ന് അറിയാൻ പറ്റുമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിന്റെ അകത്തുള്ള എയർപോർട്ട് അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ഭയങ്കര എന്തോ രാജകീയ രീതിയിലേക്കാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എമിറേറ്റ്സിന്റെ ആയതുകൊണ്ടായിരിക്കും. നമ്മുടെ ബാഗ് പറഞ്ഞ സ്ഥലം ലാസ്റ്റ് കണ്ടെത്തിയതോ ഇരിക്കും നമ്മുടെ ബാഗ്. അങ്ങനെ അതെല്ലാം തിരിച്ച് എടുത്തിട്ട് നേരെ നമ്മൾ ഇറങ്ങി. അങ്ങനെ നേരെ അച്ഛൻ വന്ന് എന്നെ പിക്ക് ചെയ്ത്. ഫസ്റ്റ് വന്നോണ്ടായിരുന്നു കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് നേരെ നമ്മൾ ഇറങ്ങി. വർക്ക് ചെയ്യുന്ന സെയിം ഹോട്ടലിലാണ് ഞാനും വർക്ക് ചെയ്യുന്നത്. നമ്മളെ ഹോട്ടലിൽ നിന്ന് തന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി കാറൊക്കെ ഉണ്ടായിരുന്നു. അക്കോമഡേഷൻ ഫ്രീ ആണ്. അങ്ങനെ നേരെ അക്കോമഡേഷൻ എത്തി നമ്മുടെ സിഗ്നേച്ചറും നമ്മുടെ പേരും അങ്ങനെ എല്ലാം ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞ ശേഷം നേരെ അച്ഛനുമായിട്ട് ഞാൻ പോയി. നേരെ എനിക്ക് ആദ്യം ജിമ്മാണ് കാണേണ്ടത്. അത് എന്തായാലും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് നേരെ ജിമ്മിൽ പോയി കുറച്ച് സാധനങ്ങൾ നോക്കിയപ്പോൾ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് സെറ്റ് ആയ ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് പുറത്തുള്ള ജിമ്മിൽ പോലുള്ള പ്ലാനാണ്. ഉച്ച ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ പുറത്തോട്ട് പോയിരുന്നു ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടത്തെ നമ്മുടെ കേരളത്തിലെ എല്ലാം ഒരുപോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊന്നും എനിക്കൊന്നും തോന്നില്ല. ഇവിടെ നിന്ന് ഒരു ബെറോട്ടയും ബീഫും കഴിച്ചപ്പോഴും സെയിം ടേസ്റ്റ് ആണ് നമുക്ക് അവിടെ. പിന്നെ ഇവിടെ അടിപൊളി കാറുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. കിച്ചണിൽ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് പ്ലേറ്റും അതുപോലെ നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ നമുക്ക് വേണം. കഴിച്ചോണ്ട് തന്നെ സൂപ്പർ മാർക്കറ്റിലൊന്ന് പോകുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ മുട്ടയും ചിക്കൻ ബ്രസ്റ്റ് ഒക്കെ എന്റെ കൂടെ തന്നെ വാങ്ങിച്ചായിരുന്നു. ഒക്കെ തന്നെ നമ്മളെ ഇന്നത്തെ വിശേഷം. എന്തായാലും ഞാൻ അങ്ങോട്ടുള്ള ദുബായിലുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കണേ. ഓക്കെ, ബൈ.